ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എങ്ങനെ പരമാവധി ചെലവ് കുറയ്ക്കാം എന്ന് വിശദീകരിക്കുന്നതാണ് ഫോക്കസ് ഓൺ ഫൈനാൻസിന്റെ ഈ വീഡിയോ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കൂടുതൽ ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ആവശ്യകതയെപ്പറ്റി ബോധവാന്മാരായിട്ടുണ്ട്. തന്മൂലം ഹെൽത്ത് പോളിസി എടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനൊരു വലിയ തടസ്സമെന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ ഭീമമായ പ്രീമിയം നിരക്കാണ്. പോളിസി എടുക്കുന്നതിനുള്ള പ്രീമിയം നിരക്ക് വളരെ കൂടുതലായതിനാൽ പലപ്പോഴും പലരുടെയും ശമ്പളത്തിന്റെ നല്ല പങ്കും പോളിസി എടുക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടി വരാറുണ്ട്. അതല്ലെങ്കിൽ അവരുടെ സമ്പാദ്യത്തിന്റെ വലിയൊരു പങ്ക് ഈ ആവശ്യത്തിനായി വിനിയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന് സഹായകമായ ചില വസ്തുതകൾ അല്ലെങ്കിൽ ചില ടിപ്സ്, അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് നിങ്ങളെങ്കിൽ ആ സ്ഥാപനത്തിന് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ അതിലെ അംഗമാകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്വന്തം നിലയ്ക്ക് പോളിസി എടുക്കുന്നതിനേക്കാൾ എപ്പോഴും പ്രയോജനം ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമാകുന്നതാണ്. പല കമ്പനികളും ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് പ്രീമിയം അടയ്ക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി കമ്പനി സ്വന്തം നിലയ്ക്ക് തന്നെ മുഴുവൻ പ്രീമിയവും അടയ്ക്കാറുണ്ട്. അങ്ങനെ പ്രീമിയം അടയ്ക്കുന്ന സ്കീമുകൾ, പോളിസികൾ, അതിന്റെ പ്രയോജനം ജീവനക്കാരന് മാത്രമല്ല, ജീവനക്കാരനും അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതുപോലെ തന്നെ മക്കൾ, ഇവർക്കൊക്കെ ലഭിക്കും. എന്നതിനാൽ എംപ്ലോയേഴ്സ് ഇൻഷുറൻസ് സ്കീം നിലവിലുണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും അഭിലഷണീയമായിട്ടുള്ളത്. ഇനി സ്വന്തം നിലയ്ക്ക് അല്പം പണം കൊടുക്കേണ്ടി വന്നാൽ പോലും ചില കമ്പനികൾ പ്രീമിയത്തിന്റെ ഒരു പങ്ക് ജീവനക്കാർ നൽകണമെന്ന് നിഷ്കർഷിക്കാറുണ്ട്. അങ്ങനെ ഒരു നിഷ്കർഷ നിലവിലുണ്ടെങ്കിൽ പോലും സ്വന്തം നിലയ്ക്ക് ചെറിയ സാമ്പത്തിക ബാധ്യത വന്നാൽ കൂടി ആ പണം അടയ്ക്കുന്നതാണ് നല്ലത്. കാരണം സ്വന്തം നിലയ്ക്ക് മറ്റൊരു പോളിസി എടുക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് പോളിസിക്ക് വേണ്ടി വരുന്ന ചെലവിനേക്കാൾ കൂടുതലായിരിക്കും വേണ്ടി വരിക. മറ്റൊന്ന്, എംപ്ലോയേഴ്സ് ഇൻഷുറൻസ് സ്കീം ആകുമ്പോൾ അതിന് സാധാരണ വ്യക്തികൾ എടുക്കുന്ന പോളിസികൾക്കുള്ളതിനേക്കാൾ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ടും അത് തന്നെയാണ് അഭിലഷണീയം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാവുന്നത്, കഴിയുന്നതും ചെറുപ്പത്തിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു തുടങ്ങുന്നതാണ്. പ്രായമാകും തോറും രോഗസാധ്യത വർദ്ധിക്കുമെന്നതിനാൽ എത്രയും ചെറുപ്പത്തിൽ തന്നെ പോളിസികൾ എടുക്കുന്നത് നന്നായിരിക്കും. പാഴ്ചെലവ് ഒഴിവാക്കാൻ സഹായിക്കുന്ന മറ്റൊന്ന്, പല ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ട്. ഇവയ്ക്കെല്ലാം പലതരത്തിലുള്ള സ്കീമുകളുമുണ്ട്. ഒരു വ്യക്തി അയാൾക്ക് യോജിച്ച സ്കീം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത്തരം സ്കീം ഓഫർ ചെയ്യുന്ന മറ്റ് കമ്പനികളുടെ സ്കീമുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇങ്ങനെ താരതമ്യപ്പെടുത്താൻ, അതായത് ആ പോളിസിക്ക് വേണ്ട പ്രീമിയം നിരക്ക്, അതിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇവയൊക്കെ താരതമ്യപ്പെടുത്തണമെങ്കിൽ അതിനുള്ള ഓൺലൈൻ സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. ഓൺലൈനായിട്ട് ഇത് താരതമ്യപ്പെടുത്തിയതിന് ശേഷം ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള, ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം ഏതാണോ അത് സ്വീകരിക്കുന്നതായിരിക്കും ഉചിതം. ചെലവ് ചുരുക്കാനുള്ള മറ്റൊരു മാർഗം നിർദ്ദേശിക്കാനുള്ളത് ഒരു ഇടനിലക്കാരനെ ഒഴിവാക്കുക എന്നതാണ്. പോളിസി എടുക്കുന്നതിന് ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഡയറക്റ്റ് ആയിട്ട് തന്നെ, അതായത് നേരിട്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ എത്തിയോ, ഇനി അതല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിലൂടെയോ ഒക്കെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള സൗകര്യമുണ്ട്. ആ നിലയ്ക്ക് ഏജന്റിനെ അല്ലെങ്കിൽ ഇടനിലക്കാരനെ ഒഴിവാക്കിയാൽ കമ്മീഷൻ ഇനത്തിൽ ഈടാക്കപ്പെടുന്ന തുക ഒഴിവാക്കാൻ സാധിക്കും. അതായത് അപ്പോൾ പ്രീമിയം നിരക്കെന്ന് പറയുന്നത് അല്പം കുറവായിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താങ്ങാനാവാത്തതാണ് ഒരു പോളിസി എങ്കിൽ അത് ഒഴിവാക്കിയിട്ട്, അതായത് അതിന് ചില ആനുകൂല്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, ഉദാഹരണത്തിന് കൺസൾട്ടേഷൻ ഫീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ റൂം ചാർജ്, ഇവയൊക്കെ ഒഴിവാക്കിയിട്ട് അടിസ്ഥാനപരമായ ആനുകൂല്യങ്ങൾ മാത്രം ലഭിക്കുന്ന ബേസിക് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയും, അത്തരം
സ്കീം തിരഞ്ഞെടുത്താൽ അല്ലെങ്കിൽ അത്തരം പോളിസി തിരഞ്ഞെടുത്താൽ ചെലവ് നല്ലൊരു പങ്ക് കുറയ്ക്കാൻ അത് സഹായകമായിരിക്കും. ഹെൽത്ത് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന മറ്റൊന്ന്, നിങ്ങൾ ഒരു കുടുംബാംഗമാണെങ്കിൽ ഫാമിലി ഫ്ലോട്ടർ പോളിസി എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഫാമിലി ഫ്ലോട്ടർ പോളിസി എന്ന് പറയുമ്പോൾ ആ പോളിസിയുടെ ഇൻഷുറൻസ് പരിരക്ഷ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ലഭിക്കും. കുടുംബത്തിലുള്ള എല്ലാവർക്കും പരിരക്ഷ ലഭിക്കും എന്ന് പറയുമ്പോൾ അതിനൊരു മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് പലരും പല പ്രായക്കാരാണ്. അപ്പോൾ പല പ്രായക്കാരായതിനാൽ അഷ്വർ ചെയ്യപ്പെടുന്ന തുക അവർക്കിടയിൽ വിഭജിക്കപ്പെടുന്നതിനാൽ പ്രീമിയം റേറ്റ് പലപ്പോഴും കുറവായിരിക്കും. അതിനാൽ കുടുംബാംഗങ്ങളായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായി കുടുംബം ഉണ്ടെങ്കിൽ അവർ ഫാമിലി ഫ്ലോട്ടർ പോളിസി എടുക്കുന്നതായിരിക്കും ഏറ്റവും അഭിലഷണീയം. മറ്റൊന്ന് നോ ക്ലെയിം ബോണസ് എന്നതുണ്ട്. അതായത് ഒരു വർഷം ഒരു ക്ലെയിമും ഉന്നയിക്കാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പിറ്റേ വർഷം അങ്ങനെ ക്ലെയിം ഉന്നയിക്കാത്തതിന്റെ പേരിൽ ഒരു ബോണസ് ലഭിക്കും. ക്ലെയിം ഉന്നയിക്കാത്തതിനുള്ള പാരിതോഷികമാണത് ഈ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. നോ ക്ലെയിം ബോണസ് ലഭിക്കുക എന്നതിനർത്ഥം പ്രീമിയം തുക വലുതായി കൂടാതിരിക്കാൻ കഴിയും എന്നതാണ്. അതിനാൽ എപ്പോഴും നോ ക്ലെയിം ബോണസിന് അർഹതയുണ്ടെങ്കിൽ അത് തീർച്ചയായും അവയിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ നോ ക്ലെയിം ബോണസ് അവയിൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യം, നിസ്സാര കാര്യങ്ങൾക്ക് പോലും പലരും ക്ലെയിം ഉന്നയിക്കാറുണ്ട്. അത് ചെറിയ തുക 1000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയോ മാത്രം ഹോസ്പിറ്റലിൽ ചെലവിടേണ്ടി വന്നാലും അത് ക്ലെയിം ചെയ്യുന്നവരുണ്ട്. അത്ര നിസ്സാരമായ തുകയ്ക്ക് ക്ലെയിം ഉന്നയിച്ചാൽ പിറ്റേ വർഷത്തെ പ്രീമിയം നിരക്കിൽ അതിൻ്റെ വർധന ആനുപാതികമായി അനുഭവപ്പെടുമെന്ന് ഓർക്കണം. അതിനാൽ പരമാവധി നോ ക്ലെയിം ബോണസ് ലഭിക്കുന്ന തരത്തിൽ ചിട്ടയോട് കൂടിയുള്ള ഒരു സമീപനമാണ് പോളിസി എടുക്കുന്നവർക്ക് ആവശ്യം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാവുന്നത്, ഒരു കുടുംബത്തിൽ പ്രായമായ മാതാപിതാക്കളുണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവരെ ഈ ഫാമിലി ഫ്ലോട്ടർ പോളിസിയിൽ ഉൾപ്പെടുത്താതെ അവർക്ക് വേണ്ടി ഒരു പ്രത്യേകം പോളിസി എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പോളിസിക്ക് പ്രീമിയം റേറ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം രോഗസാധ്യത കൂടുതലായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഉയർന്ന നിരക്കിൽ ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം ഈടാക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കണമെങ്കിൽ പ്രായമായവർക്ക് വേണ്ടി, പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പോളിസി എടുക്കുകയും മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വേറൊരു പോളിസി എടുക്കുകയും ചെയ്താൽ പ്രീമിയം റേറ്റിൽ വലിയൊരളവ് വരെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അവസാനമായി പറയാനുള്ളത്, ഒരു ലൈഫ് ടൈം റിന്യൂവൽ സൗകര്യം ഉള്ള പോളിസി തിരഞ്ഞെടുക്കണമെന്നാണ്. അതായത് പല കാരണങ്ങൾ കൊണ്ടും പലരും യഥാസമയം പോളിസി പുതുക്കാൻ മറന്നുപോകുന്നു. അതല്ലെങ്കിൽ ചിലർ മനഃപൂർവ്വം തന്നെ വിട്ടുപോയെന്ന് വരാം. എന്നാൽ പിന്നീട് പോളിസി പുതുക്കേണ്ടതായിരുന്നു എന്ന് തോന്നലുണ്ടാകാം. എങ്ങനെയായാലും ശരി, പോളിസിയുടെ തുടർച്ച ലഭിക്കുന്നതിന് വേണ്ടി, അതായത് ബോണസ്, നോ ക്ലെയിം ബോണസിന്റെയും മറ്റും തുടർച്ച, ക്യുമുലേറ്റീവ് ബോണസിന്റെ തുടർച്ച, ഇതൊക്കെ ലഭിക്കുന്നതിന് ഏറ്റവും ആവശ്യം പോളിസിക്ക് ഒരു തുടർച്ച വേണം, കണ്ടിന്യൂറ്റി വേണം എന്നതാണ്. അങ്ങനെ പോളിസിക്ക് ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ച വേണമെങ്കിൽ അത് ലൈഫ് ടൈം റിന്യൂവൽ ഫെസിലിറ്റി ഉള്ള, അതായത് ജീവിതകാലത്തേക്ക് മുഴുവൻ ഏത് സമയത്തും പുതുക്കാവുന്ന സൗകര്യമുള്ള പോളിസി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുവെ ശ്രദ്ധിച്ചാൽ ഒരു ആവശ്യം എന്ന നിലയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്ക് അമിതമായ തുക നമുക്ക് കയ്യിൽ നിന്ന് മുടക്കേണ്ടതായി വരില്ല.